ഇറാനെ കൊണ്ട് കരാറിലെത്തിക്കാനാണ് അമേരിക്കയുടെ ശ്രമം. പഠിച്ച പണി 18 പയറ്റിയിട്ടും ഇറാൻ വഴങ്ങുന്നില്ല. കൊല്ലും, തല്ലും, സൈന്യത്തെ ഇറക്കും എന്നൊക്കെ പറഞ്ഞു നോക്കി. എന്നാൽ ഇറാന് യാതൊരു കുലുക്കവുമില്ല. എല്ലാ തരത്തിലും ഇറാൻ പിടിമുറുക്കുകയാണ്. ഇറാൻ US-ഇസ്രായേൽ സംഘർഷത്തിൽ ഇപ്പോൾ ഏറ്റവും ശക്തിയുള്ള രാജ്യമായി ഇറാൻ മാറിയിരിക്കുകയാണ്. അമേരിക്കയുടെ 15 നിർദ്ദേശങ്ങളും തള്ളിയ ഇറാൻ അങ്ങോട്ട് വെച്ച 5 നിർദ്ദേശങ്ങൾ, അത്തരം നീക്കങ്ങൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഉണ്ടാക്കിയിരിക്കുന്ന ആശങ്കകൾ ചെറുതല്ല. ആക്രമണം അവസാനിപ്പിക്കാൻ ഇറാൻ യാചിച്ചു എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് പോരെ ഹബീബി, ഞങ്ങൾക്കൊരു ചുക്കുമില്ല എന്നാണ് ഇറാന്റെ മറുപടി. അപ്പുറത്ത് യമനിലെ ഹൂതികൾ എന്തിനും തയ്യാറായി നിൽക്കുന്നു. കൂട്ടത്തിൽ ഞങ്ങളുമുണ്ട്, വേണമെങ്കിൽ ചെങ്കടൽ ബ്ലോക്ക് ചെയ്തേക്കാം എന്ന് പറഞ്ഞ് ഉറച്ചു നിൽക്കുകയാണ് ഹൂതികൾ. അത്യാധുനിക ഡ്രോൺ സംവിധാനങ്ങൾ നൽകി റഷ്യയും കൂട്ടിനുണ്ട്. അപ്പോൾ എന്താവും ഇനി അമേരിക്കയുടെ ഗതി? ഇറാനെ എങ്ങനെയും പാട്ടിലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനിടയിൽ തന്നെ ഖാർ ദ്വീപ് പിടിച്ചെടുക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ അമേരിക്ക എന്നാണ് റിപ്പോർട്ട്. കൂടുതൽ സൈനികരെ വിന്യസിച്ചതായും പറയപ്പെടുന്നു. എന്നാൽ ഖാർഗിൽ തൊട്ടാൽ അമേരിക്ക നരകം കാണുമെന്ന മുന്നറിയിപ്പുകൾ അമേരിക്കയ്ക്ക് കിട്ടിക്കഴിഞ്ഞു. ആക്രമണം നിങ്ങൾ തുടങ്ങിക്കോളൂ, പക്ഷെ അത് എപ്പോൾ അവസാനിപ്പിക്കണം എന്ന് ഞങ്ങൾ തീരുമാനിക്കും. സംഘർഷ സാധ്യതകൾ തുടങ്ങിയപ്പോൾ ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. ഇപ്പോൾ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. എങ്ങനെയെങ്കിലും യുദ്ധം ഒന്ന് അവസാനിക്കാൻ പെടാപ്പാട് പെടുകയാണ് ട്രംപ്. ഇറാൻ പരിപൂർണമായും പിടിമുറുക്കിയെന്ന് മനസ്സിലാക്കിയതിനാലാണ് എത്രയും വേഗം കരാറിലെത്താൻ ട്രംപ് തിടുക്കം കാട്ടുന്നത്. എങ്ങനെയും ഇറാനെ അനുനയിപ്പിച്ചേ മതിയാവും എന്ന അവസ്ഥയിലാണ് ട്രംപ്. കൊന്നു തള്ളാനുള്ളവർക്കായി ഇസ്രായേൽ കരുതി വെച്ച ഹിറ്റ് ലിസ്റ്റിൽ നിന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗച്ചിയെയും സ്പീക്കറെയും ഒഴിവാക്കിയത് അനുനയ ശ്രമത്തിനുള്ള നീക്കമായാണ് കരുതാനാവുക. എന്തായാലും വെനീസിലെ പാർട്ട് 2 കാത്തു നിന്ന ട്രംപിന് ഇപ്പോൾ ഇറാൻ യുദ്ധം പുലിവാലായിരിക്കുകയാണ്. എന്നാൽ ഇറാൻ എന്ത് ചെയ്തിട്ടും വഴങ്ങുന്നില്ല. എന്താണ് ഇറാന്റെ അളവില്ലാത്ത ഈ ആത്മവിശ്വാസത്തിന് പിന്നിൽ? ഇതാണ് അമേരിക്കയെ പോലും കുഴയ്ക്കുന്ന ചോദ്യം. ഇറാന്റെ ഊർജ സ്രോതസ്സുകൾ ആക്രമിക്കില്ലെന്ന് അമേരിക്ക പറഞ്ഞു. ആദ്യം 5 ദിവസം, ഇപ്പോൾ അത് 10 ദിവസമായി നീട്ടിയിരിക്കുന്നു. ഏപ്രിൽ 6 വരെ. ഫെബ്രുവരി 28-ന് ഇസ്രായേലിൽ നിന്ന് ഇറാനിലേക്ക് ആദ്യത്തെ ആക്രമണം നടത്തുമ്പോൾ എല്ലാവരും കരുതിയത് ഇറാന്റെ കാര്യം തീർന്നു എന്നാണ്. മതഭരണകൂടത്തിനെതിരെ ജനം തെരുവിലിറങ്ങും. ഇറാനിൽ വലിയ വിപ്ലവങ്ങൾ പുറപ്പെടും. ഇറാൻ മുട്ടുമടക്കും. അങ്ങനെ താൻ വിജയിക്കും എന്നായിരുന്നു ട്രംപിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ അതെല്ലാം നിഷ്പ്രഭമാക്കുകയായിരുന്നു ഇറാൻ. പാട്രിയോട്ടും താടും വരെ ഇറാന്റെ മിസൈലുകൾക്ക് മുന്നിൽ പരാജയപ്പെട്ടു. അയത്തുള്ള ഖമേനിയെ കൊന്നിട്ടും ഇറാൻ പോരാട്ടത്തിൽ നിന്ന് ഒരടി പിന്മാറിയില്ല. കരുതി വെച്ചിരുന്ന വജ്രായുധങ്ങളെല്ലാം എടുത്ത് പോരാടിയ ഇറാന് മുന്നിൽ മുട്ടുവിറച്ചു നിൽക്കുകയാണ് ട്രംപും നെതന്യാഹുവും. ഇറാൻ യാചിച്ചത് കൊണ്ടാണ് ആക്രമണം നിർത്തിവെച്ചതെന്ന് പറയുന്ന ട്രംപ്, എന്നാൽ തങ്ങൾ അങ്ങനെ ഒരു ആവശ്യം പോലും ഉന്നയിച്ചിട്ടില്ല എന്ന് പറയുന്ന ഇറാൻ 7 ദിവസമാണ് ചോദിച്ചതെന്നും താൻ അത് 10 ദിവസമാക്കി നൽകിയെന്നുമാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ചത്. അമേരിക്കയുടെ 10 കപ്പലുകളെ ഇറാൻ ഹോർമൂസ് വഴി കടത്തിവിട്ടെന്നും അതാണ് തനിക്ക് ഇറാൻ തന്ന സമ്മാനമെന്നും ട്രംപ് പറയുന്നു. എന്നാൽ ഇതിനെയെല്ലാം ഇറാൻ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നാണ് ട്രംപിന്റെ വാദം. ആ വാദവും ഇറാൻ പൊളിച്ചെടുക്കുന്നു. ഇറാന്റെ സൂപ്പർ പവർ ആവണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടു എന്ന് ട്രംപ് പറയുന്നതാണ് മറ്റൊന്ന്. എന്നാൽ ഇതെല്ലാം ട്രംപിന്റെ വെറും ജൽപ്പനകളാണെന്ന് പറഞ്ഞ് ഇറാൻ പുച്ഛിച്ച് തള്ളിക്കളയുന്നു. അമേരിക്ക ഡീൽ ചെയ്ത രാജ്യം മാറിപ്പോയെന്ന അബ്ബാസ് അരഗച്ചിയുടെ പ്രസ്താവന ഇറാന്റെ ആത്മവിശ്വാസം വിളിച്ചറിയിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ഇനിയും ഇറാൻ ചർച്ചയ്ക്ക് വരാത്തതെന്നാണ് ട്രംപിന്റെ മുന്നിലുള്ള വെല്ലുവിളി. ബൂട്ട്സ് ഓൺ ദ ഗ്രൗണ്ട് അമേരിക്ക പുതിയ നീക്കത്തിന് തയ്യാറെടുക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. സൈന്യത്തെ മണ്ണിലിറക്കിയാൽ അതിന് സഹായിക്കുന്ന എല്ലാ രാജ്യങ്ങളെയും തീർത്തു കളയുമെന്നാണ് ഇറാന്റെ തിരിച്ചുള്ള മുന്നറിയിപ്പ്. UAE ഉൾപ്പെടെ അറബ് രാജ്യങ്ങളെ ആക്രമിക്കുകയും കടന്നു കയറുകയും പിടിച്ചടക്കുകയും ചെയ്യുന്ന മുന്നറിയിപ്പ് ഇറാൻ നൽകിയിരിക്കുകയാണ്. 13 US ബേസുകളെ ഇറാൻ നിലവിൽ തകർത്തു. സൈനികർ താമസിക്കുന്ന ഓരോ കേന്ദ്രങ്ങളെയും ലക്ഷ്യമാക്കി ആക്രമണം വ്യാപിപ്പിക്കും എന്നും ഇറാൻ വെല്ലുവിളിക്കുന്നു. IRGC കൂടുതൽ പേരെ സൈന്യത്തിലേക്ക് ഉൾപ്പെടുത്താൻ തുടങ്ങിയിരിക്കുന്നു എന്നതായാണ് റിപ്പോർട്ടുകൾ. കൂടുതൽ സൈന്യത്തെ ഇറാനിലേക്ക് അയക്കണമോ എന്ന കാര്യത്തിൽ അമേരിക്കൻ ഭരണകൂടത്തിൽ
തന്നെ വിവിധ അഭിപ്രായങ്ങളാണുള്ളത്. എന്നാൽ ഇതൊന്നുമല്ല അമേരിക്കയ്ക്ക് മുന്നിലുള്ള യഥാർത്ഥ വെല്ലുവിളി. ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർ ദ്വീപ് പിടിച്ചെടുത്ത് സാമ്പത്തിക അടിത്തറ തകർക്കുവാനും ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ സമ്മർദ്ദം ചെലുത്താനുമാണ് അമേരിക്കയുടെ നീക്കം. ഇതിന്റെ ഭാഗമായി 3000-ഓളം സൈനികരെയും മറൈൻ യൂണിറ്റുകളെയും മേഖലയിൽ വിന്യസിച്ച് എന്നാണ് റിപ്പോർട്ട്. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ 90% നടക്കുന്നത് ഖാർ ദ്വീപിൽ നിന്നാണ്. അമേരിക്കൻ നീക്കം മുന്നിൽ കണ്ട് ഇറാൻ ദ്വീപിൽ വൻതോതിലുള്ള പ്രതിരോധ സന്നാഹങ്ങൾ ഒരുക്കുകയാണ്. ദ്വീപിന് ചുറ്റും മൈനുകൾ സ്ഥാപിക്കുകയും കൂടുതൽ സൈനികരെയും ആധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ വിന്യസിപ്പിക്കുകയും ചെയ്തതായി സാറ്റലൈറ്റ് ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നു. എന്നാൽ ഇറാന്റെ തന്ത്രപ്രധാനമായ ഖാർഗിൽ തൊട്ടാൽ അമേരിക്ക നരകം കാണുമെന്നാണ് യുദ്ധവിദഗ്ധർ അമേരിക്കയ്ക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഇനി റഷ്യയുടെ കാര്യത്തിലേക്ക് വന്നാൽ, 1 മാസത്തിനുള്ളിൽ റഷ്യ എണ്ണ വിപണിയിൽ പണം കൊയ്യുകയാണ്. $12 ബില്യൺ നിന്ന് നേരെ ഇരട്ടിയായി റഷ്യയുടെ വ്യാപാരം വർദ്ധിച്ചിരിക്കുന്നു. സാമ്പത്തിക കാര്യത്തിൽ നേട്ടം കൊയ്യുമ്പോൾ അത് അമേരിക്കയ്ക്ക് തലവേദനയാണ്. ഏത് സാഹചര്യത്തിലും ഇറാനെ കൈവിടാതെ കൂടെ ചേർത്ത് നിർത്തുന്ന റഷ്യയുടെ നിലപാട് അമേരിക്കയെ പ്രതിസന്ധിയിലാക്കുന്നുമുണ്ട്. റഷ്യ ഉക്രൈനിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ക്യാമറകൾ ഘടിപ്പിച്ച മാരക പ്രഹരശേഷിയുള്ള ഫസ്റ്റ് പേഴ്സൺ വ്യൂ ഡ്രോണുകൾ ഇറാൻ ഖാർഗിൽ വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് അമേരിക്കയ്ക്ക് ലഭിച്ചിരിക്കുന്ന മുന്നറിയിപ്പ്. ഇതിനിടെ സൗദിയിലും കുവൈറ്റിലും ഉൾപ്പെടെ ഇറാൻ ആക്രമണം തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇറാനുമായി കരാറിലെത്താനായിരിക്കും ട്രംപും ഇസ്രായേലും ശ്രമിക്കുക.